വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തതയായിരുന്ന ഒരു വാഹനമാണ്. ഇരുചക്ര ശ്രേണി വാഹനങ്ങളിൽ ഹീറോ എപ്പോഴും പുതുമയാർന്ന വാഹനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടുന്ന വാഹനം 2 വീലർ ശ്രേണിയിൽ ആദ്യമായി ഒരു i3s ടെക്നോളജിയുമായിട്ട് എത്തിയിരിക്കുന്ന വാഹനമാണ്. ടൂ വീലർ ശ്രേണികളിൽ i3s ടെക്നോളജി ഉണ്ടെങ്കിൽ തന്നെയും ഹീറോയുടെ തന്നെ മറ്റു ബൈക്ക് ശ്രേണിയിലുണ്ടെങ്കിലും ഗിയർലെസ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ ആദ്യമായി i3 ടെക്നോളജി അവതരിപ്പിച്ചിരിക്കുകയാണ് ഹീറോ. i3 ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. വേറൊന്നുമല്ല, കാറ് അല്ലെങ്കിൽ 4 ചക്ര വാഹനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ മറ്റൊരു വേർഷൻ തന്നെയാണ് 2 വീലറിലേക്ക് ഹീറോ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. അത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് പോകുന്ന സമയങ്ങളിൽ വാഹനം ആദ്യത്തെ സമയം ഒരു 30 സെക്കൻഡിന് മുകളിൽ വാഹനം നമ്മൾ നിർത്തിയിടേണ്ടി വന്നാൽ ഓട്ടോമാറ്റിക്കലി എൻജിൻ ഓഫ് ആവുകയും തിരിച്ച് നമ്മൾ ആ ട്രാഫിക് കഴിഞ്ഞ് വാഹനം മൂവ് ചെയ്യാനായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ ബാക്കിലത്തെ ബ്രേക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്കും ആക്സിലറേറ്ററും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജ് പോർഷനിലും വളരെയധികം ഫ്യൂവൽ എഫിഷ്യൻസിയിൽ ഈ വാഹന ഉപഭോക്താക്കൾക്ക് കൂടുതൽ പൈസ ലാഭകരമായിട്ട് വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി തന്നെയാണ് ഈ i3s ടെക്നോളജി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഡെസ്റ്റിനി 125 എന്ന് പറയുന്ന ഈ ഹീറോയുടെ ഗിയർലെസ് ആയിട്ടുള്ള ഇരുചക്ര വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ കോമ്പിനേഷൻ ലോക്കാണ്. കോമ്പിനേഷൻ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോക്കിൽ തന്നെ ഈ ലോക്കിൽ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതായത് ഈ സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് തന്നെ അത് റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലിഡ്, അതായത് എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിംഗ്, നമുക്ക് ടാങ്കിൽ അല്ലെങ്കിൽ മറ്റു മിക്ക വാഹനങ്ങളിലും നമുക്ക് ടാങ്ക് നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് ടാങ്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് എക്സ്റ്റേണൽ ആയിട്ട് തന്നെ ടാങ്കിൻ്റെ ലിഡ് അവൈലബിൾ ആണ്. അത് നമ്മൾ റൈറ്റിലേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലിഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ഉള്ളാകുന്ന ഒരു കംഫർട്ട്, നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ചാവി ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചാൽ ആ ടാങ്ക് ഓപ്പൺ ആവുകയും അതിൽ നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്ത് പോകാനും പറ്റും. ആക്ച്വലി ഈ ഒരു ഫീച്ചർ TVSൻ്റെ വിഗോ ജൂപ്പിറ്റർ എന്ന് പറയുന്ന വാഹനങ്ങളിൽ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് എന്ന് പറയാൻ കഴിയില്ല. ഈവൻ ദോ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വാഹനത്തിൽ മറ്റു പ്രത്യേകതകൾ കൂടെ നമ്മൾ ഈ i3s ടെക്നോളജി പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ കോമ്പിനേഷൻ ലോക്ക്. ഇനി ഇതിൻ്റെ ക്ലസ്റ്റർ മോണിറ്റേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ഒരു കോംബോ ആയിട്ടുള്ള ക്ലസ്റ്റർ മോണിറ്ററാണ്. ഡിജിറ്റലും അനലോഗും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ മോണിറ്ററാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ മീറ്ററിൽ നമുക്കിതിൻ്റെ നെക്സ്റ്റ് സർവീസ് ഇൻഡിക്കേഷൻ ഉൾപ്പെടെ അവൈലബിൾ ആകുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന് 4 വ്യത്യസ്തതയാർന്ന കളറുകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുന്നത് റെഡ് കളർ വാഹനമാണ്. ഈ വാഹനത്തിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതിന് 2 ടൈപ്പ് ഓഫ് ടയേഴ്സ് അല്ലെങ്കിൽ അലോയ്സിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ടയേഴ്സിലേക്ക് പോകുമ്പോൾ ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെ. പക്ഷേ ഈ റെഡ് കളർ വാഹനത്തിലേക്ക് പോകുമ്പോൾ അതിൽ അലോയ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 10 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് മുന്നിലും പിന്നിലും ഒരേ സൈസിലുള്ള അലോയ്സ് ആണ് നൽകിയിരിക്കുന്നത്. മറ്റ് 3 കളറുകളിലും ആക്ച്വലി നമുക്ക് അത് വ്യത്യസ്തതയാണെങ്കിൽ അലോയ്സും അതല്ലാത്ത 2 ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. റെഡ് കളർ വാഹനം വേണമെങ്കിൽ അത് ഇൻബിൽട്ട് ആയിട്ട് അലോയ്സ് ആണ് ഡിഫോൾട്ട് ആയിട്ട് ഈ വാഹനത്തിന് വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പിനേഷൻ ലോക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ഈ ബൂട്ട് സ്പേസ് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ ഒരു ലൈറ്റ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഈ വാഹനത്തിന് എല്ലാ മോഡൽസിലും സ്റ്റാൻഡേർഡായിട്ട് ഒരു ബൂട്ട് ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായിട്ട് പറയാം. അതുകൂടാണ്ട് തന്നെ ഇപ്പം ഹോണ്ടയുടെയൊക്കെ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു മൊബൈൽ ചാർജറിനുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ വാങ്ങിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനമാണ്. പക്ഷേ ഈ വാഹനത്തിൽ ഇത് ഡിഫോൾട്ടായിട്ട് നമ്മൾ വാഹനം മേടിക്കുമ്പോൾ തന്നെ ഒരു മൊബൈൽ ചാർജിങ് പോയിൻ്റ് അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ്
ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നോർമലി ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60-40 റേഷ്യോയിൽ മുന്നിലത്തെ ബ്രേക്കും പിന്നിലത്തെ ബ്രേക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആയിട്ട് വാഹനം വളരെ സേഫായിട്ട് നിൽക്കാനായിട്ട് ഓടിക്കുന്ന റൈഡേഴ്സിന് തെന്നി വീഴാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. ഇനി ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ മുൻവശത്തെ സസ്പെൻഷൻ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതിൻ്റെ റിയറിലേക്ക് പിന്നിലേക്ക് പോകുമ്പോൾ അത് സിംഗിൾ സ്പ്രിംഗ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഒരു കളറിൽ ഈ പറയുന്ന അലോയ്സും മറ്റു 3 കളറുകളിൽ അലോയ്സും അലോയ്സ് അല്ലാത്ത ഓപ്ഷനും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുൻവശത്തെ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോമിൻ്റെ ഒരു ബ്രോസ് നമുക്ക് കാണാൻ പറ്റും. ക്രോമിൻ്റെ ഒരു ബ്രോ, ആ ഒരു ബ്രോ അതിന് ആക്ച്വലി വാഹനത്തിന് വളരെയധികം അട്രാക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് മുൻവശത്ത് നിന്നുള്ള ലുക്ക് കുറച്ച് നന്നാക്കാനായിട്ട് വാഹനത്തിന് സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വാഹനത്തിൻ്റെ കളർ, ഏത് കളറാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ കളറിൽ തന്നെയുള്ള ഈ മിറേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിത് റെഡ് ആയതുകൊണ്ട് കളറും മിററിൻ്റെ കളറും റെഡാണ്. അപ്പോൾ വാഹനം കാണാനായിട്ട് കുറച്ചും കൂടി ഒരു ക്യൂട്ട് ലുക്കിലേക്ക് മാറ്റാനായിട്ട് ഹീറോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇനി ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡിസൈൻ ഒരു ഇരുചക്ര വാഹന പ്രേമികളെ അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ ഹെഡ് ലാമ്പിൻ്റെ കാര്യമാണെങ്കിൽ ഓൾവേസ് ഹെഡ് ലാമ്പ് ഓൺ എന്ന് പറഞ്ഞ ഫീച്ചറിൽ തന്നെയാണ് വാഹനം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ് ഹാലോജൻ ഹെഡ് ലാമ്പാണ്. ഇനി ഇത് റിയറിലേക്ക് പോകുമ്പോൾ ആക്ച്വലി ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. MFR ഫീച്ചറോടും കൂടെ, അതായത് ദൂരെ നിന്ന് വരുന്ന ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ വാഹനം ബ്രേക്ക് ചെയ്യുന്നു എന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള MFR ടെക്നോളജി അല്ലെങ്കിൽ മൾട്ടി ഫോക്കൽ റിഫ്ലക്ടർ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഈ വാഹനത്തിന് ഈ ഡെസ്റ്റിനി 125 നൽകിയിട്ടുണ്ട്. ദൂരെ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് തന്നെ പെട്ടെന്ന് ഈ വാഹനം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് നോട്ടം പോകും. അത്തരത്തിലുള്ള ഒരു കൂട്ടിയിടി ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലൊരു ഫീച്ചറാണ്. പിന്നെ ഞാൻ നേരത്തെ ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ഒന്നും അല്ല, കാരണം മറ്റു വാഹനം ഇപ്പോൾ ജൂപ്പിറ്ററിൽ ആ വാഹനത്തിന് ഈ ഒരു ഫീച്ചറിനെ സിങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഹോണ്ടയുടെ വാഹനങ്ങളിൽ അതിനെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അത് ഈ 125 cc ശ്രേണിയിലുള്ള ഹീറോയുടെ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നുള്ളൊരു പേരിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 ഫീച്ചേഴ്സ് ഒന്ന് തന്നെയാണ്. ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു 60-40 റേഷ്യോയിൽ ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് അപ്ലൈ ആകുന്ന രീതിയിലുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഡിസൈൻ നോക്കി ഇതിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്രോം അക്സെൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. 2 സൈഡിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോം അക്സെൻറ്റും വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ബോഡിയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മഫ്ലറിലേക്ക് പോകുമ്പോഴും ആ മഫ്ലറിൻ്റെ മുകളിലും നമുക്കൊരു ക്രോം അക്സെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വാഹനത്തിനും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതും ക്രോം അക്സെൻറ്റിലുള്ള ഒരു ഗ്രാബ് റെയിലാണ്. ഈ വാഹനത്തിന് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. നമ്മൾ സൈഡ് സ്റ്റാൻഡ് എടുക്കാനായിട്ട് മറന്നുപോയി. ഇപ്പോഴത്തെ മിക്ക ഇരുചക്ര വാഹനങ്ങളിലും അത്തരത്തിലുള്ളൊരു ഫീച്ചർ നൽകുന്നുണ്ട്. ബിക്കോസ് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള സൈഡ് സ്റ്റാൻഡ് ഓപ്പൺ ആയിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ സൈഡിൽ റോഡിൽ എവിടെയെങ്കിലും തട്ടി അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു ഫീച്ചർ നൽകിയിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഈ വാഹനത്തിന് സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, കിക്ക് സ്റ്റാർട്ടും ഉണ്ട്. രണ്ടും കോംബോ ആയിട്ട് നൽകിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. നോബിൾ റെഡ്, ചെസ്റ്റൺ ബ്രോൺസ്, പേൾ സിൽവർ വൈറ്റ് ആൻഡ് പാന്തർ ബ്ലാക്ക് എന്നീ 4 വ്യത്യസ്തമാർന്ന നിറങ്ങളിലാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ എൻജിൻ ആക്ച്വലി 4 സ്ട്രോക്ക് എയർ കൂൾഡ്
എഞ്ചിനാണ്. ഇതിൻ്റെ പവറിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ 8.7 BHP പവറാണ് 6750 RPM-ൽ. അതുകൂടാണ്ട് 10.2 Nm ടോർക്കാണ് വിത്ത് 5000 RPM-ൽ. 50 km/ലിറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന ഈ വാഹനത്തിൻ്റെ മൈലേജ്. അപ്പോൾ ഈ വാഹനം നമ്മൾ ഓവറോൾ നോക്കുകയാണ് എങ്കിൽ 125 cc ശ്രേണിയിലുള്ള ഹീറോയുടെ ആദ്യത്തെ വാഹനമാണ്, ഗിയർലെസ് ആയിട്ടുള്ള വാഹനമാണ്. i3S ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഈ വാഹനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനത്തിൻ്റെ ഗിയർലെസ് ശ്രേണിയിൽ ആദ്യമായിട്ടാണ് ഒരു i3S ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. ഐഡിയൽ സ്റ്റാർട്ട് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. നമ്മളുടെ കാറിലുള്ള ഹൈബ്രിഡിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആവശ്യം ഉള്ള സമയത്ത് വാഹനം ബാക്കിലത്തെ ബ്രേക്കും ആക്സിലറേറ്ററും കൊടുത്താൽ സ്റ്റാർട്ടാകുന്ന രീതിയിലുള്ളൊരു ഫീച്ചറാണ്. ഈ ട്രാഫിക്കിൽ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും വാഹനം നമ്മൾ നിർത്തി ഇടേണ്ട ഒരു അവസരം വരുമ്പോൾ വെറുതെ ഫ്യൂൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാനും എൻജിൻ്റെ ബ്രീത്തും ലൈഫും ഒക്കെ കൂട്ടാനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പൊല്യൂഷൻസ് നമുക്ക് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് i3S ടെക്നോളജി. അതുകൂടാണ്ട് എടുത്തു പറയേണ്ട, നേരത്തെ ഉണ്ടായിരുന്നു മറ്റു വാഹനങ്ങളിൽ, ഈവൻ ഈ പറയുന്ന മറ്റ് TVSൻ്റെ 1-2 വാഹനങ്ങളിൽ ഉണ്ടായിരുന്നൊരു ഫീച്ചർ തന്നെയാണ് അത്. നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലായിട്ട് നമുക്കിതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് ടാങ്കിൽ നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന, അത് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ലോക്ക് സിസ്റ്റവുമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. കോംബോ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ മോണിറ്ററാണ് നൽകിയിരിക്കുന്നത്. 4 വ്യത്യസ്തമാർന്ന കളറുകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള കുറേ നിരവധി ഫീച്ചേഴ്സുമായിട്ടാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും ഇരുചക്ര വാഹന ശ്രേണിയിലുള്ള ഗിയർലെസ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു ഉപഭോക്താവിനും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ഇപ്പോൾ ഈ ഡെസ്റ്റിനി 125 എന്ന പേരിൽ ഹീറോ നിരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നൽകിയിരിക്കുന്നത് ചേരൻ ഓട്ടോമൊബൈൽസ് നീറമൺകരയാണ്. അവിടുത്തെ സെയിൽസ് മാനേജർ അനിലും പ്രശാന്തനും സ്പെഷ്യൽ താങ്ക്സ് ഫ്രം കൗമുദി TV. വെൽക്കം ടു സെലിബ്രിറ്റി സെഗ്മെന്റ്. എൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ മലയാളം ചെയ്തത് പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ചക്കരമ്മ സാജൻ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിലെ 2 ഗാനങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൊള്ളാച്ചിയിലായിരുന്നു എൻ്റെ ലൊക്കേഷൻ. പൊള്ളാച്ചി ത്രിമൂർത്തിമല ആളിയർ ഡാമൊക്കെ ആയിരുന്നു 2 സോങ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ സോങ്സിൻ്റെ ഷൂട്ട് നടക്കുന്ന അത് കണക്കാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യാറുണ്ട്. പ്രൊഡ്യൂസർ ഡയറക്ടർ വിളിക്കും, മ്യൂസിക് ഡയറക്ടറോട് വരണം എന്ന് കരുതി അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. എൻ്റെ വീട്ടിൽ പോലും അറിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുള്ളത്. ഞാൻ പറയും ലൊക്കേഷനിലെ ആൾക്കാരെങ്കിലും ഉണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വീട്ടിൽ പരത്തിയിട്ട് വണ്ടിയും കൊണ്ട് ഒറ്റയ്ക്കാണ് പോകുന്നത് പൊള്ളാച്ചി. അപ്പോൾ 400 കിലോമീറ്റർ എന്തോ ആണ് ട്രിവാൻഡ്രം ടു പൊള്ളാച്ചി. അതൊന്നും മറക്കാൻ പറ്റില്ല. കാരണം രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കുന്നു, 9 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ 10 മണിക്ക് തിരിച്ചാൽ രാവിലെ 7 മണിക്ക് അവിടെ ചെന്നെത്തും. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ 1-2 പ്രാവശ്യം 5 മണിക്ക് മുമ്പ് എല്ലാമാണ് അവിടെ എത്തുന്നത്. അതായത് അത്രയും റാഷായിട്ട് നമ്മൾ ചെയ്യുന്നു. കാരണം റോഡിൻ്റെ സൗകര്യം, പിന്നെ വാഹനങ്ങളുടെ കുറവാണ്. പിന്നെ ഈ വാഹനങ്ങളുടെ കുറവാണെങ്കിൽ രാത്രി വരുന്നത് രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. എല്ലാവരും മിക്കവാറും ഉള്ളവർ ഉറക്കത്തിലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ 1-2 പ്രാവശ്യം അനുഭവം പറ്റിയിട്ട് പിന്നെ ഞാൻ കണ്ടത്, ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ നിരവധി ആക്സിഡൻറ്റ് കാണാറുണ്ട്. അത് കാരണം പിന്നെ തീരുമാനിച്ചു, പോകുന്ന വഴിക്ക് ഉറക്കം വന്നാൽ ഏതെങ്കിലും പെട്രോൾ പമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു ആൾ തിരക്കോ വെളിച്ചമോ ഉള്ള ഭാഗങ്ങളിൽ വണ്ടി ഒതുക്കി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഉറങ്ങിയിട്ട് പിന്നെ മുന്നോട്ട് പോകും. കാരണം അങ്ങനെയൊക്കെ ഓടിയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വാഹനങ്ങളിൽ ഇന്നേ വരെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. നേർക്കുനേർ കണ്ടിട്ടുണ്ട്, അപകടത്തിൻ്റെ ഒരു സാധ്യത വരെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല.
അത് നമ്മളെടുക്കുന്ന വാഹനത്തിൻ്റെ ഒരു രാശി കൂടിയാണ്. ഡ്രൈവിങ്ങിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും മറക്കാൻ പറ്റാത്ത ജീവിതം ഇപ്പോൾ തന്നെ അതിനുശേഷം ഒരു 10 വർഷം വരുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഓടിയിട്ട്. അത് ചെന്നൈ പോയി വരുന്ന സമയത്താണ്. ഞാനൊരു ഫ്രണ്ട്സുമായിട്ട് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇന്നോവ ഓടിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലെ എക്സ്പ്രസ് ഹൈവേ ആണ്. റോഡിൻ്റെ പണി കാരണം നമുക്ക് രാത്രി ഇതിൻ്റെ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അന്ന് തീർന്നു പോയെന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ഒരേ വേയിൽ 2 ലോറിയാണ് കയറി വരുന്നത്. അപ്പോൾ അവരും ഉറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ടായി. കാരണം നമ്മളിവിടെ നിന്ന് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും അടിച്ചിട്ട് പോലും അവർ വണ്ടി നിർത്തുന്നില്ല, നല്ല ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഹോണും എല്ലാം അടിച്ച് ദൈവകൃപ കൊണ്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ് വന്ന് ചവിട്ടി നിർത്തി. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റാണ്. കാരണം ഇപ്പോഴും ഓർമ്മിക്കുമ്പോൾ ഒരു ഭയമാണ് ഉള്ളിൽ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ അത് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അതുകൊണ്ടാണ് ഇപ്പോഴും ലോങ് ആ ഇടക്കാലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലോങ് ഓടിക്കാറില്ല. കാരണം ഞാൻ ഓടിച്ച് പറ്റിയതല്ല. ഞങ്ങൾക്ക് ഒരു സമിതി ഉണ്ടായിരുന്നു, ഗാനമേള. ആ ട്രൂപ്പുമായിട്ട് നിരന്തരം പ്രോഗ്രാമാണ്. ഇങ്ങനെ ഒരു 10-15 വർഷത്തിന് മുമ്പ് കായംകുളം പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് രാവിലെ ഒരു 2-3 മണി വരും. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊക്കെ രക്ഷപ്പെട്ടതാണ് അതിൽ നിന്നൊക്കെ. വണ്ടിയുടെ എന്തോ ഞങ്ങളെല്ലാം ഉറക്കമാണ്. ആ സമയത്ത് വണ്ടി എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. കണ്ണൂർന്ന് നോക്കിയപ്പോൾ വണ്ടി മറിഞ്ഞിട്ടില്ല, വണ്ടിയുടെ ബാക്ക് ഒരു ടയർ ഇളവിപ്പോയി. എന്തായാലും അതൊരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ വന്ന വണ്ടിയാണ്. രാത്രി ആയതുകൊണ്ട് വളരെ ഇതിൽ വന്നതാണ്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കാണുന്നത് അതുകൊണ്ട് ആ കാരണങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓടാനായിട്ടുള്ള രാത്രി പോകുമ്പോഴുള്ള ഉറക്കം ഒരു മെയിൻ പ്രശ്നമാണ്. നമ്മൾ ഈ AC ഇട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണ് അടയുന്നു. ഇതിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ഡിമ്മ് ബ്രൈറ്റ് അടിക്കാത്ത കാരണമാണ്. ഈ ബ്രൈറ്റ് അടിച്ച് അങ്ങനെ സ്റ്റഡി ആയിട്ട് വരാറുണ്ട്. അത് നമുക്ക് റോഡിൽ ആരെങ്കിലും നിന്നാലും കാണാൻ പറ്റില്ല, ഒരു കുഴി കിടന്നാലും കാണാൻ പറ്റില്ല. നമ്മുടെ കൺട്രോൾ മൊത്തം പോവും. പിന്നെ ഉറക്ക ക്ഷീണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണടയും. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്. അത് കാരണം ഞാനും കൂടുതൽ ലോങ് പോകാറില്ല, വണ്ടി ഓടിക്കാറില്ല. ആൻഡ് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് കൗമുദി.